സിനിമാ ലോകത്തെ ലഹരിയുടെ കാണാപ്പുറങ്ങൾ തുറന്നു കാട്ടി ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. രാസലഹരി വ്യാപകം, ഉപയോഗിക്കുന്നവരിൽ അറിയപ്പെടുന്ന നടന്മാരും. പഴി തനിക്കും മറ്റൊരു നടനും മാത്രമെന്നും ഷൈൻ ടോം ചാക്കോ. വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ്. ഫോൺ കസ്റ്റഡിയിലെടുത്തു. താങ്കൾ ഷൈനു വേണ്ടി വിൻസിയോട് ക്ഷമ പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല? ഞാൻ ഷൈനു വേണ്ടി വിൻസിയോട് ക്ഷമ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ സെറ്റ് ലഹരി വിമുക്തമായിരുന്നു. എൻ്റെ മുമ്പിൽ ആരും ലഹരി ഉപയോഗിച്ചിട്ടല്ല വന്ന് ഇത്ര നന്നായി അഭിനയിച്ചു പോയിട്ടുള്ളത്. വിൻസി അലോഷ്യസിനെ തള്ളി സൂത്രവാക്യം സംവിധായകൻ ന്യൂസ് 18. ഷൈനിനു വേണ്ടി വിൻസിയോട് മാപ്പ് പറഞ്ഞിട്ടില്ല. ഷൂട്ട് മുടങ്ങിയത് ഷൈൻ ടോമിന്റെ കണ്ണു വീങ്ങിയതിനാൽ എന്നും യൂജിൻ ജോസ് ചിറമ്മേൽ പ്രൈം ഡിബേറ്റിൽ. മലയാള സിനിമയിൽ പലർക്കും മോശം അനുഭവങ്ങളുണ്ടെന്ന് നടി ഉർവശി ന്യൂസ് 18നോട്. ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു, എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സത്യം പറയുന്നവരോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. താരസംഘടന കർശന നടപടിയെടുക്കണമെന്ന നിലപാടിൽ പിന്നോട്ടില്ലെന്നും ഉർവശി Q18 അഭിമുഖത്തിൽ. വഖഫ് നിയമത്തെ പിന്തുണച്ച കർദിനാൾ ജോർജ് ആലഞ്ചേരി. നിയമത്തിന്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ട് സർക്കാരുകളും പറയുന്ന ഒരു കാര്യം. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. ആ ബില്ല് സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെന്റ് ആവുമ്പോൾ മുനമ്പം ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈസ്റ്റർ ദിനത്തിൽ പള്ളികളിലേക്ക് BJP നേതാക്കളുടെ സ്നേഹയാത്ര. മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്രിസ്തുദേവന്റെ ഉയിർപ്പിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ ഈസ്റ്റർ പ്രാർത്ഥനകളും ചടങ്ങുകളും. ആശാസമരത്തിന് പരിഹാരം കാണണമെന്ന് ഈസ്റ്റർ സന്ദേശത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. കാസർഗോഡ് ലഹരിക്കടിമകളായ യുവാക്കളുടെ ആക്രമണം. പോലീസുകാരൻ ഉൾപ്പെടെ 2 പേർക്ക് കുത്തേറ്റു. പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു.